എടാ ഞാൻ പഠിച്ചു കഴിഞ്ഞതാ. എനിക്ക് ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകണ്ടോന്നൊരു പേര്. അപ്പൊ ഞാൻ ഒന്ന് റിവൈസ് ചെയ്തേ ഉള്ളൂ. ആണോ? നീ എവിടെ പോവാ? എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ. അപ്പൊ ഞാൻ പുറത്തു പോവാന്ന് വിചാരിച്ചു. എടി നീ ഇതുവരെ കിടന്നില്ലേ? ഇല്ലടി ഞാൻ ഉറങ്ങിയില്ല. എനിക്കാണ് നല്ല പേടിയുണ്ട്. എന്ന് വിചാരിച്ചു ഇങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇരിക്കണോ? ഞാനൊരു കാര്യം പറഞ്ഞെന്ന് വിശ്വസിക്കോ? ആ പറ. എന്റെ കയ്യിലേ നാളെ നടക്കാൻ പോണ എക്സാമിന്റെ മെയിൻ പേപ്പർ ഉണ്ട്. നിനക്ക് വേണോ? ഒന്ന് പോടി. നാളെ നടക്കാൻ പോണ മെയിൻ എക്സാമിന്റെ പേപ്പർ നിന്റെ കയ്യിലാണ്. സത്യം പറഞ്ഞതാ. നിന്നോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എനിക്ക് വേറെ ഏത് എക്സാമിന്റെ പേപ്പർ ആയിരിക്കും. എനിക്കും വേണ്ട. ശരി എന്നാ. എടാ എക്സാം നല്ല ടഫ് അല്ലായിരുന്നു. സത്യം പറയട്ടെ, എനിക്ക് എക്സാം നല്ല എളുപ്പമായിരുന്നു. ഇത് സെയിം ക്വസ്റ്റ്യനാ വന്നത്. എക്സാക്ട് സെയിം. അതെന്താ ഞാനൊന്ന് നോക്കട്ടെ. ഞാനത് എന്തായാലും റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ വരും. പിന്നെ അവർ അന്വേഷിക്കും. അപ്പൊ മനസ്സിലാവും എക്സാം പേപ്പർ ലീക്ക് ആയത്. എന്നിട്ട് എന്ത് ചെയ്യും? റീ എക്സാം. എക്സാം പേപ്പർ ലീക്ക് ആണതും അതുപോലെ തന്നെ റീ എക്സാം നടക്കണമൊക്കെ ആദ്യമായിട്ട് നടക്കണമെന്നല്ല. ഇത് ഇന്ത്യ. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ.